വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഒരു ഫുൾ ഡേ വ്ളോഗാണ് ചെയ്യുന്നത്. എൻ്റെ കന്നി വ്ളോഗാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഇവിടുത്തെ നെതർലൻഡ്സിലെ രാജാവിൻ്റെ ബർത്ത്ഡേ ആണ്. കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ ഇന്ന് കിങ്സ് ഡേ ആണ്. അപ്പോൾ ഇവിടെ എല്ലാവരും ഓറഞ്ചൊക്കെ ഇട്ട് ഓറഞ്ചൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ കിങ്സ് ഡേ സെലിബ്രേഷൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, ലെറ്റ്സ് ഗോ. ഇന്ന് നല്ല വെയിലായിരിക്കും എന്ന് വിചാരിച്ചാണ്, പക്ഷേ മഴ പെയ്യുന്നു. ഇച്ചിരി ബോറായിപ്പോയി. പക്ഷെ സീനില്ല. ഇവിടെ നിങ്ങൾ കണ്ടാൽ വിചാരിക്കും ആൾക്കാരൊന്നും ഇല്ല. നമ്മളിപ്പോൾ സിറ്റി സെൻറ്ററിൽ പോകണം. അവിടെയാണ് സ്റ്റേജും പാട്ടും കൂത്തുമൊക്കെ. അപ്പം ആരും ഒരു വൈബില്ലല്ലോ ഇവിടെ ഒന്നും. പ്രകൃതി രമണീയത കാണിച്ചു തരാം. നൈസല്ലേ? പ്രമുഖ അഭ്യർത്ഥനയെ മാനിച്ച് ഞാനൊരു ക്യാമറാമാനെ വാടകയ്ക്ക് എടുത്തിരിക്കുകയാണ് ഗൈസ്. നിങ്ങളുടെ സപ്പോർട്ട് വേണം, എന്നാലേ ക്യാമറാമാൻ എനിക്ക് വീഡിയോ എടുത്ത് ഇനിയും സഹായിക്കത്തുള്ളൂ. ഷോ സം ലവ്. അപ്പോൾ ആൾക്കാരെയൊക്കെ കിട്ടിത്തുടങ്ങിയെന്ന്. ഇപ്പോൾ നല്ല തിരക്കുണ്ട് ഇവിടെ ഇങ്ങനെ ഇന്നത്തെ ദിവസം ആർക്കും വേണമെങ്കിൽ ഇങ്ങനെ വഴിയിലിരുന്ന് നമ്മുടെ പള്ളി പെരുന്നാളിന് സാധനം വെക്കുന്ന പോലെയൊക്കെ സാധനം വെക്കാം. ലൈസൻസ് ഒന്നും ഇന്നത്തെ ദിവസം ആവശ്യമില്ല. അടിപൊളിയാണ്. മഴയുള്ളതുകൊണ്ട് ആരുടെയും ആ ഒരു ഓറഞ്ച് അങ്ങനെ അങ്ങ് കാണുന്നില്ല. അവിടെയൊക്കെ പോപ്പ് ഓഫ് ഓറഞ്ച് കളർ. ഞാൻ ഈ ഓറഞ്ച് എന്ന് പറയാൻ കാരണം നെതർലൻഡ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന കളർ ഓറഞ്ചാണ്. ഈ നെതർലൻഡ്സിൻ്റെ ഫൗണ്ടിങ് ഫാദറായിട്ടുള്ള വില്യം ഓഫ് ഓറഞ്ച്, പേരിൽ തന്നെ ഓറഞ്ച് ഉണ്ട്. പുള്ളിക്കാരനാണ് ഈ ഡച്ച് മൊണാർക്കിയുടെ ആൻസിസ്റ്റർ. പുള്ളിയുടെ നേതൃത്വത്തിലാണ് സ്പാനിഷ് റൂളിന് എഗെയിൻസ്റ്റ് ആയിട്ട് നെതർലൻഡ്സ് ഫ്രീഡത്തിന് വേണ്ടിയിട്ടുള്ള ഒരു റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ലോങ് സ്റ്റോറി ഷോർട്ട്, ഈ ഡച്ച് മൊണാർക്കി രാജകുടുംബത്തോടും പിന്നെ രാജ്യത്തോടും ഒക്കെ ഉള്ള സ്നേഹം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡച്ച് പീപ്പിൾ ഇപ്പോഴും ഓറഞ്ച് ഇടുന്നത്. അത് അവർക്കൊരു നാഷണൽ പ്രൈഡാണ്. പിന്നെ ഡച്ച് ഫ്ലാഗ് ഒരു കാലത്ത് ഓറഞ്ച് വൈറ്റ് ആൻഡ് ബ്ലൂ ആയിരുന്നു, വിച്ച് നൗ ചേഞ്ച് ടു റെഡ് വൈറ്റ് ആൻഡ് ബ്ലൂ. ഇവിടുത്തെ രാജാവിനോടുള്ള സ്നേഹം കാണിക്കാൻ വേണ്ടിയിട്ട് ഡച്ച് ഫാമേഴ്സാണ് ക്യാരറ്റിനെ ഓറഞ്ച് കളറാക്കി ബ്രീഡ് ചെയ്തത് എന്ന് വരെ കഥകളുണ്ട്. ഈവൻ മൈ ഡച്ച് ഫ്രണ്ട്സ് അവർ അതാണ് വിശ്വസിക്കുന്നത്, വിച്ച് ഇസ് നോട്ട് എൻറ്റയർലി ട്രൂ, ബട്ട് ദാറ്റ് ഈസ് എ സ്റ്റോറി ഫോർ അനദർ ഡേ. ഇതാണ് ഉള്ളിബോളൻ. നമ്മുടെ നാട്ടിലെ കോസ് എന്നൊക്കെ പറയും. എനിക്കറിയില്ല, ഇങ്ങനെ പോപ്പുലർ നെയിം. എൻ്റെ അവിടെയൊക്കെ കോസ് എന്ന് പറയുന്ന സംഭവമാണ്. അതുപോലത്തെ റേറ്റാണ്. അതിലിങ്ങനെ ഷുഗറൊക്കെ ഇട്ടിട്ട്, പൗഡേർഡ് ഷുഗർ. എനിക്കിഷ്ടമാണ്, പക്ഷെ ഭയങ്കര ഓയിലിയാണ്. മതി നടന്ന് തളർന്ന് നമ്മൾ ഒരു റെസ്റ്റ് എടുക്കാനായിട്ട് ഒരു ബേക്കറിയിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഒരു സംഭവം കാണിച്ചു തരാം. ഇത് ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഇതിൻ്റെ പേരാണ് ടോംപൂസ്. പക്ഷേ ആക്ച്വലി ഇത് പിങ്ക് കളറാണ്. ഇന്ന് കിങ്സ് ഡേ പ്രമാണിച്ച് ആക്ച്വലി ഇവർ ഓറഞ്ചിൽ ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. അത് ഇന്ന് തീർന്നുപോയി. കുഴപ്പമില്ല, നമുക്കിന്ന് പിങ്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് കഴിക്കുന്ന വലിയ ടാസ്ക്കാണ്. നമ്മൾ കഴിക്കുമ്പോൾ ഇവിടെ നിന്ന് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ ചാടുന്ന സംഭവമാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അങ്ങനെ കഴിക്കാൻ പറ്റൂല. പോയി സംഭവം കൊള്ളാം, നൈസാണ്. തിരിച്ചു വെച്ച് കഴിച്ചു നോക്കാം. ബുദ്ധി വേണം, ബുദ്ധി. എന്നാലും ശരിയാവത്തില്ല ഗൈസ്. നമ്മള് മുട്ട പപ്സിനൊക്കെ പറയത്തില്ലേ, കഴിച്ച എല്ലായിടത്തൊക്കെ ആവുന്നു. ഇത് അതിനേക്കാളും മുട്ട പപ്സൊക്കെ എന്ത് ഭേദമാണ്. ഇത് രക്ഷത എങ്ങനെ തിന്നണമെന്ന് എനിക്കറിഞ്ഞോളൂ. ഇങ്ങനെ തിന്നേനിപ്പോ. En een hele knappe
കിട്ടാത്ത ആക്രയൊന്നും ഇല്ല ഗൈസ്. നോക്കൂ, എല്ലാ ആക്രയും ഉണ്ട്, പെയിന്റ് എല്ലാം ഉണ്ട്, എല്ലാം കിട്ടും. കന്യാസ് Tina wil even kijken. Je kan me ook weer zoveel kijken. Ja. ഇപ്പോൾ ഇതേ സമയം വൈകിട്ട് 4:30 കിങ്സ് ഡേ തുടങ്ങിയിട്ടേ ഉള്ളൂ, തീരാനൊന്നും ആയിട്ടില്ല. ഇനിയിപ്പോൾ രാത്രി മുഴുക്കെ ഇവിടെ പാർട്ടി ആയിരിക്കും. അടിപൊളിയാണ്, നല്ല നല്ല നൈസായിരുന്നു. ഇതിപ്പോൾ ഞാൻ ലീവ് വാർഡനിലാണ്. ഇവിടെ ഒരു കുഞ്ഞു സിറ്റിയാണ് കമ്പാരിറ്റീവ്ലി. ഇപ്പോൾ ആംസ്റ്റർഡാമിലൊക്കെ അപ്പോൾ പിന്നെ അടിപൊളിയായിരിക്കും, വേറെ വൈബായിരിക്കും. ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല, ഇത്ര നൈസായിട്ടുള്ള ഒരു ആംബിയൻസ് ഒന്നും എക്സ്പെക്റ്റ് ചെയ്തില്ല. എങ്ങനെ ഓക്കെ എല്ലാവരും പുറത്ത് വരും, ഓറഞ്ച് ഡ്രസ്സൊക്കെ ഇടും, പൊളിയായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഒരു രക്ഷയില്ല, അടിപൊളി, വേറെ ലെവലിൽ നിന്ന് തന്നെ പറയണം. പിന്നെ ഒത്തിരി ഫുഡൊക്കെ കഴിച്ചു. ഇപ്പോൾ ആൾക്കാരൊക്കെ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിരിക്കുവാണ്. നമ്മളിങ്ങനെ പാട്ടൊക്കെ കേട്ട് ഡാൻസ് കളിച്ചിങ്ങനെ അടിപൊളിയായിട്ട് പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ ഈ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കും. കാരണം ഞാനും നല്ല ടയേർഡായി, ഫുഡൊക്കെ കഴിച്ച് ഒത്തിരി നടക്കുകയും ചെയ്തു, കുറേ നടന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 4-5 മണിക്കൂർ നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് വ്ളോഗ് ടൈപ്പൊക്കെ ഇഷ്ടമാണെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം. ഞാൻ ഇതുപോലത്തെ വീഡിയോസ് ഇനി റെക്കോർഡ് ചെയ്യാം. ഇഷ്ടമായില്ലെങ്കിലും കമൻറ്റ് ചെയ്താൽ കുഴപ്പമില്ല, ഇതിൻ്റെ റെക്കോർഡ് ചെയ്തത് നിർത്താം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.